കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷിൻ്റെ ഓരോ കള്ളത്തരങ്ങളങ്ങ് പൊളിച്ചെടുക്കാണ് ഭാസ്കരൻ. വലിയ ട്രാവൽ ഏജൻസി ഉണ്ട് എന്നും സ്വന്തമായി വണ്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് സുഖിപ്പിച്ച് നിർത്തിയേക്കുവാണല്ലോ സുധീഷ്. ഇതിപ്പോൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിധിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഈ ഒരു കള്ളം കൂടിയായപ്പോൾ അവളുടെ നിയന്ത്രണം അങ്ങ് വിട്ടു. അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോവാണ്. ആ സമയത്തിന് നികേഷും ഹരീഷും ഒക്കെ സുധീഷിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, എടാ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? ഉള്ള സത്യം അങ്ങോട്ടേക്ക് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം സുധീഷ് അങ്ങ് ചാടിക്കയറി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടതാ, എല്ലാവരും കൂടി ചേർന്ന് എനിക്കിട്ടൊരു പണി തന്നതല്ലേ എന്ന് ചോദിക്കും. അന്നേരം നികേഷ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് പണി തന്നു സുധീഷേട്ടാ? ഇല്ലാത്ത കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കിയത് സുധീഷേട്ടൻ തന്നെയല്ലേ? ഇപ്പം കണ്ടില്ലേ എല്ലാം പുറത്തു വന്നത്? അച്ഛൻ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താന്ന് വെച്ചാൽ അനുഭവിച്ചോ. പാവം നിധിക്ക് നല്ല വിഷമമായിട്ടുണ്ട്. അവൾ കുറച്ച് തുണിയൊക്കെ കഴുകി മുറ്റത്തേക്ക് ഉണങ്ങാനിടുന്ന നേരത്താണ് സുധീഷ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്നിട്ട് നിധിയോട് മെല്ലെ പറയുന്നുണ്ട്, അതെ ഞാൻ ഇനി കള്ളം പറയില്ല എന്ന്. ഇത് അവസാനത്തെ കള്ളമായിരുന്നു എന്ന് പറയും. ഇത് കേട്ടപ്പോൾ നിധിക്ക് ദേഷ്യം അങ്ങ് ഇരിച്ചു കയറി. ഇനിയും കാണും ഇഷ്ടം പോലെ കള്ളം. വായ തുറന്നാൽ കള്ളം മാത്രമല്ലേ നിങ്ങളുടെ വായിൽ നിന്നും വരുള്ളൂ. അവൾ തിരിച്ചടിച്ചു. സുധീഷിനൊന്ന് തണുപ്പിക്കാൻ നോക്കി. അല്ല നിധി, അത് പിന്നെ സാഹചര്യം ഒത്തുവരാത്തത് കൊണ്ടായെന്നൊക്കെ ഇങ്ങനെ പറയാൻ നോക്കി അങ്ങനെ പതറി നിൽക്കുകയാണ്. എനിക്ക് സ്വന്തമായി ഏജൻസി ഇല്ല എന്നും ടാക്സി ഓടിക്കുന്നതാണെന്നാണോ എന്ന് നിധി ചോദിച്ചപ്പോൾ, ഓ ഇപ്പോഴെങ്കിലും അത് സമ്മതിച്ചല്ലോ എന്ന് അവൾ പരിഹസിച്ചു പറഞ്ഞു. സുധീഷ് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നിധി ഒന്നും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ദേ നിങ്ങൾ മിണ്ടിപ്പോവരുത്, എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ വീട്ടിലെ ബാക്കി എല്ലാവരും സത്യസന്ധന്മാരാണ്, ചേട്ടരായാലും അനിയന്മാരായാലും അച്ഛരായാലും. പക്ഷേ നിങ്ങൾ മാത്രം ഇമാതിരി കള്ളം പറഞ്ഞു നടക്കുന്നത് എന്തിനാ? ഇവിടെ വന്നിട്ട് 3 മാസമായി, ഇന്ന് വരെ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം സത്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് അവൾ അങ്ങ് ദേഷ്യപ്പെട്ടു. സുധീഷ് ന്യായീകരിക്കാൻ നോക്കി, നീ എപ്പോഴും ഡിവേഴ്സ് അല്ലെങ്കിൽ വീട് മാറണമെന്നൊക്കെ പറഞ്ഞങ്ങനെ ടെൻഷൻ അടിപ്പിക്കുക. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാ ഇതൊക്കെ നിന്നോട് തുറന്നു പറയാമെന്ന് ചോദിക്കുകയാണ് സുധീഷ്. നീ സുഭാഷ് ഏട്ടനോടും മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ എന്നോട് എപ്പോഴെങ്കിലും നീ മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? നിധിക്ക് അതിനും തന്നെ മറുപടിയുണ്ട്, ഓ എന്തിനും ഏതിനും ഓരോ ന്യായമുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചു വെച്ചതാണോ? സുധീഷ് വീണ്ടും ഓരോന്ന് പറഞ്ഞ് വരാൻ നോക്കുമ്പോൾ കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് നിധി അങ്ങ് കടുപ്പിച്ച് പറയാണ്, നിന്റെ ഭാഗത്ത് തെറ്റുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. പണ്ട് പറഞ്ഞ കള്ളം തിരുത്താൻ സമയം കിട്ടിയില്ല. അതിൻ്റെ പേരിൽ ഇങ്ങനെയൊന്നും മിണ്ടാതിരിക്കലേ എന്ന് സുധീഷ് കെഞ്ചുന്നുണ്ടെങ്കിലും നിധി വഴങ്ങുന്നില്ല. നിങ്ങൾ ഞാൻ ഇനി ഒരിക്കലും വിശ്വസിക്കില്ല. വാ തുറന്നാൽ നിങ്ങൾ കള്ളം മാത്രമേ പറയൂ എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അകത്തേക്കങ്ങ് കയറി പോവാണ്. സുധീഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തോടു കൂടെ അവിടെ എങ്ങനെ നിന്നു പോവാണ് സുധീഷ്. കുറച്ച് കഴിഞ്ഞ് ഹരീഷും സുഭാഷും കൂടി കടയിലേക്ക് പോകുമ്പോൾ ഇതേ കാര്യം തന്നെ സംസാരിക്കുന്നുണ്ട്. ഇനി അവൻ എന്ത് പറഞ്ഞാലും നിധിയെടുത്ത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. എല്ലാം പൊട്ടി പാളീസായില്ലേ എന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇത് ഒരു കണക്കിന് നന്നായി. കാരണം സുധീഷിൻ്റെ കള്ളത്തരത്തിന് കൂട്ടുനിന്ന് അവസാനം തങ്ങളും കൂടി കള്ളന്മാരാവേണ്ടി വരുമായിരുന്നു എന്ന് സുഭാഷ് ഓർക്കുന്നു. അവരിങ്ങനെ നടന്നു പോകുമ്പോഴാണ് പെട്ടെന്ന് സുനന്ദയെ പെണ്ണ് കാണാൻ വന്ന പയ്യൻ അച്ഛൻ്റെ മുന്നിലേക്ക് വരുന്നത്. അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്ന ഒരാളെക്കുറിച്ച് തിരക്കുകയായിരുന്നു. ഹരീഷ് ആദ്യം ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും സുഭാഷ് സത്യസന്ധമായി തന്നെ മറുപടി നൽകി. പയ്യനും പെണ്ണിൻ്റെ അച്ഛനും ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ് എന്നും കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് അന്വേഷിക്കാൻ വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പെണ്ണിൻ്റെ സ്വഭാവം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഹരീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ സുഭാഷ് വളരെ നല്ല രീതിയിലാണ് സുനന്ദയെക്കുറിച്ച് പറഞ്ഞത്. അവർക്ക് എല്ലാ ജോലികളും അറിയാമെന്നും നല്ല കുടുംബമാണെന്നും ഒക്കെ പറഞ്ഞ് സുഭാഷ് ആ ഒരു കല്യാണം നടക്കാൻ തന്നെ അവരെ സഹായിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ ഹരീഷിന് ഭയങ്കര സങ്കടമായിരുന്നു. സുഭാഷ് ഏട്ടാ, ആലോചന മുടക്കേണ്ടതിന് പകരം എന്തിനാ ഇങ്ങനെ നല്ലതൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ, അവൾ പാവമല്ലേടാ, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നാണ് സുഭാഷേട്ടൻ പറഞ്ഞത്. തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നാട്ടിൽ മോശം പറയാൻ സുനന്ദയുടെ വീട്ടുകാർ നോക്കുമ്പോഴും താൻ എന്തിന് അവരെ സഹായിച്ചു എന്ന് സുഭാഷേട്ടൻ ഓർത്തുകൊണ്ട് തന്നെ വിഷമിക്കുന്നുണ്ടെങ്കിലും അവളുടെ ജീവിതം തകർക്കാൻ തനിക്കാവില്ല എന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. ഇതേ സമയം ഭാസ്കരൻ ചായക്കടയിലിരിക്കുമ്പോഴാണ് ആ പയ്യൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. മുതിർന്ന ഒരാളോട് ചോദിച്ചാൽ സത്യം അറിയാമല്ലോ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം നേരെ ഭാസ്കരനെ സമീപിച്ചത്. പക്ഷേ ഭാസ്കരൻ കേട്ട പാതി കേൾക്കാത്ത പാതി ആ കുടുംബത്തെ അങ്ങ് അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പെണ്ണെടുക്കാൻ വേറെ സ്ഥലമൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇതിലും തല്ലിപ്പൊളി കുടുംബം ഈ പരിസരത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് തന്നെ ആ വന്ന കൂട്ടരൊക്കെ ആകെ അങ്ങനെ അന്തം വിട്ട് നിന്നു പോവാണ്. സ്വന്തം പെങ്ങളെ പോലും അകന്ന ബന്ധുവാണെന്ന് പറഞ്ഞ് തള്ളിപ്പറയാണ് ഭാസ്കരൻ. സുനന്ദ ഒരു അഴിഞ്ഞാട്ടക്കാരിയാണ് എന്നും ആ കുടുംബം ശരിയല്ലെന്നും ഒക്കെ അവരിങ്ങനെ കള്ളക്കഥകൾ പടച്ചുവിട്ടു. ഇതൊക്കെ കേട്ടതോടുകൂടി തന്നെ ആ പയ്യൻ്റെ ആൾക്കാരൊക്കെ ആകെ തകർന്നു പോവാണ്. ഇത്രയും ഒരു ഗതികെട്ട കുടുംബത്തിൽ നിന്നാണോ താൻ പെണ്ണ് കാണാൻ നോക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവർക്ക് തന്നെ സ്വയം പുച്ഛം തോന്നും.
ഭാസ്കരന്റെ ക്രൂരമായ വാക്കുകൾ കേട്ട് പകച്ചുപോയ ആ പയ്യന്റെ പിതാവ് തലയിൽ കൈവച്ച് അവിടെ നിന്ന് നടന്നു നീങ്ങുന്നത് സുഭാഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. സ്വന്തം സഹോദരിയുടെ ജീവിതം അച്ഛൻ തന്നെ തല്ലിക്കെടുക്കുന്നത് കണ്ടു നിൽക്കാനാവാതെ സുഭാഷ് ഭാസ്കരന്റെ അടുത്തേക്ക് ചെന്നു. ചായക്കടയിലെ ബെഞ്ചിലിരുന്ന് വിജയഭാവത്തിൽ ബീഡിക്ക് തീ കൊളുത്തുന്ന ഭാസ്കരനെ നോക്കി സുഭാഷ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള കള്ളം പറഞ്ഞത്? സുനന്ദ ഒരു പാവം പെൺകുട്ടിയല്ലേ, അവളുടെ കല്യാണം മുടക്കിയിട്ട് അച്ഛൻ എന്ത് കിട്ടാനാണ് എന്നൊക്കെ ചോദിക്കും. ഇത് കേട്ടതോടുകൂടി തന്നെ ഭാസ്കരൻ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. എടാ സുഭാഷേ, ആ ലളിതയും കുടുംബം നമ്മുടെ ശത്രുക്കളാണ്. അവർ സന്തോഷിക്കുന്നത് കാണാനൊന്നും എനിക്ക് വയ്യ. അവരുടെ മോൾക്ക് നല്ലൊരു ബന്ധം വരുന്നത് തടയുക എന്നത് എൻ്റെ വാശിയാണെന്ന് അയാൾ ആക്രോശിച്ചു. സുഭാഷിൻ്റെ ഉള്ളിൽ പുകയുന്ന ദേഷ്യം അടക്കാനായില്ല. അവൻ വേഗം ആ പയ്യൻ്റെ അച്ഛനെ പിന്തുടർന്ന് ചെന്ന് അയാളുടെ മുന്നിൽ കൈകൂപ്പി നിന്ന് പറഞ്ഞു, സർ, എൻ്റെ അച്ഛൻ പറഞ്ഞതൊന്നും സത്യമല്ല. പുള്ളിക്കാരനെ ആ കുടുംബത്തോടുള്ള പക വീട്ടാൻ വേണ്ടിയിട്ട് കള്ളത്തരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ദയവായി സുനന്ദയെ ഉപേക്ഷിക്കരുത്. അവളൊരു നല്ല കുട്ടിയാണ്. അവൾ അത്രയും നല്ല സ്വഭാവമുള്ള കുട്ടിയാണെന്ന് സുഭാഷ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ്റെ മനസ്സിൽ ഭാസ്കരൻ വിതച്ച സംശയത്തിൻ്റെ വിത്തുകൾ മുളച്ചു തുടങ്ങിയിരുന്നു. നാട്ടുകാർ ഇങ്ങനെ പറയുന്നത് കേട്ടാൽ പിന്നെ എങ്ങനെയാണ് ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് ചോദിച്ച് അയാൾ ഒഴിഞ്ഞു മാറി. സുഭാഷ് ആകെ തകർന്നു പോയി. തൻ്റെ അനിയത്തിയുടെ ഭാവി ഇരുട്ടിലാവുന്നത് കൺമുന്നിൽ കണ്ട സുഭാഷ് നേരെ സുനന്ദയുടെ വീട്ടിലേക്ക് ഓടി. വീട്ടിലേക്കെത്തിയ സുഭാഷ് കണ്ടത് പൊട്ടിക്കരയുന്ന സുനന്ദയും ലളിതയുമായിരിക്കും. കല്യാണം മുടങ്ങിയ വിവരം അറിഞ്ഞുകൊണ്ടതിന് ലളിത ആകെ തകർന്നിരുന്നു. എന്നാൽ ആ സമയത്ത് അങ്ങോട്ടേക്ക് കയറി വന്ന നിധി തൻ്റെ സങ്കടമെല്ലാം തന്നെ മാറ്റിവെച്ച് സുനന്ദയെ ചേർത്ത് പിടിച്ചു. സുനന്ദേ, നീ വിഷമിക്കേണ്ട, നിന്റെ ജീവിതം തകർക്കാൻ ആരെയും സമ്മതിക്കില്ല എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. സുഭാഷേട്ടൻ നീയുമായിട്ടുള്ള ആ ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയാണ് നിധി. ഇതേ സമയത്തിന് സുഭാഷ് ആണെങ്കിൽ തൻ്റെ ഫോൺ എടുത്തിട്ട് സുനന്ദയെ കാണാൻ വന്ന ആ ഒരു പയ്യനെ അങ്ങ് നേരിട്ട് വിളിച്ചു. അങ്ങനെ ആ ഒരു പയ്യനോട് സംസാരിക്കുന്നുണ്ട് സുഭാഷ്. ഇതേ സമയത്തിന് നിധിയുടെ മനസ്സിൽ മറ്റു ചില പ്ലാനുകളായിരിക്കും. സുധീഷിൻ്റെ കള്ളത്തരങ്ങളിൽ മനം മടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിലും മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം തകർക്കാനൊന്നും നിധിക്കാവില്ലായിരുന്നു. എങ്ങനെയെങ്കിലും സുഭാഷേട്ടനെയും സുനന്ദയെയും കൂടെ ഒന്നിപ്പിക്കണമെന്ന് മാത്രമാണ് നിധി ചിന്തിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് തന്നെ സുഭാഷ് ഫോണിലൂടെ ആ ഒരു പയ്യനോട് കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു. അച്ഛൻ്റെ വാശിയും പകയുമാണ് എല്ലാത്തിനും കാരണമെന്നും സുനന്ദയെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. സുനന്ദ ഒരു പാവം പെൺകുട്ടിയാണ്, അവൾ നല്ല സ്വഭാവക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് സുനന്ദയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പുകഴ്ത്തി പറയാണ് സുഭാഷ്. അങ്ങനെ അന്ന് വൈകുന്നേരം ആരും അറിയാതെ ആ പയ്യൻ സുനന്ദയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടുമുറ്റത്തേക്ക് എത്തി. സുഭാഷ് അവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. സുനന്ദ തൻ്റെ നിഷ്കളങ്കതയോടുകൂടെ തന്നെ കാര്യങ്ങളെല്ലാം വിവരിക്കുമ്പോൾ അവളുടെ സത്യസന്ധത ആ ഒരു പയ്യന് ബോധ്യപ്പെട്ടു. എന്നാലും അവളുടെ മനസ്സിൽ അവൾ എന്തോ ഒളിക്കുന്നുണ്ട് എന്ന കാര്യം ആ പയ്യന് സംശയമുണ്ടായിരുന്നു. അച്ഛൻ എന്ത് പറഞ്ഞാലും എനിക്ക് നിങ്ങളെ വിശ്വാസമാണെന്നും വീട്ടുകാരാർ തന്നെ എതിർത്താലും താൻ ഈ വിവാഹം നടത്തുമെന്നും അവൻ സുനന്ദക്ക് വാക്ക് നൽകി. ഇതൊക്കെ മറഞ്ഞു നിന്ന് കേട്ട ഭാസ്കരൻ അങ്ങ് ദേഷ്യം കൊണ്ട് വിറച്ചു. തൻ്റെ പദ്ധതികളെല്ലാം തന്നെ സുഭാഷ് ചേർന്ന് പൊളിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അയാൾക്കത് സഹിക്കാനായില്ല. സുഭാഷ് അത്രത്തോളം സ്നേഹിച്ച ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണ് അവൻ തന്നെ ഇങ്ങനൊരു വാക്ക് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു പെണ്ണിനെ മറ്റൊരു പയ്യനുമായിട്ട് കല്യാണം കഴിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് സുനന്ദയെ അവൻ ഇങ്ങനെ മറ്റൊരാൾക്ക് സ്വന്തമാക്കാൻ കൊടുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഭാസ്കരന് സങ്കടം. കുടുംബത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഭാസ്കരൻ ആദ്യമായിട്ടൊന്ന് ഭയന്നു. അന്ന് രാത്രി നിധി സുധീഷിനോട് പറഞ്ഞിട്ട് ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് നന്നായിക്കൂടെ, നിങ്ങളിങ്ങനെ കള്ളം പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാതെ സത്യസന്ധമായിട്ടൊന്ന് ജീവിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന സമയത്തിന് സുധീഷ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ തല കുനിച്ച് നിന്ന് അതെല്ലാം തന്നെ കേട്ട് നിൽക്കുകയാണ്. എന്നാൽ സുഭാഷ് പറഞ്ഞിട്ടും ആ ഒരു പയ്യൻ്റെ വീട്ടുകാരെല്ലാം തന്നെ സുനന്ദയുടെ ഈ ഒരു സ്വഭാവം പറഞ്ഞുകൊണ്ട് തന്നെ കല്യാണത്തിൽ നിന്നും പിന്മാറുന്നതോടുകൂടി തന്നെ വിവാഹാലോചന മുടങ്ങിയെന്ന് ഉറപ്പായതോടുകൂടി സുനന്ദയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇനിയെങ്കിലും തനിക്ക് തൻ്റെ സുഭാഷേട്ടനെ സ്വന്തമാക്കണമെന്ന് മാത്രമായിരുന്നു സുനന്ദയുടെ മനസ്സിൽ. അങ്ങനെ അച്ഛനും അമ്മയും തനിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയ ആ ഒരു ബന്ധം തകർന്നടിയുന്നതോടുകൂടി തന്നെ സുനന്ദയുടെ വീട്ടിൽ എല്ലാവരും സങ്കടത്തിലാണെങ്കിലും താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ തനിക്ക് ഇനിയെങ്കിലും സുഭാഷേട്ടനെ സ്വന്തമാക്കാൻ കഴിയുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെയും ഒരുപാട് പ്രതീക്ഷയോടെയും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സുനന്ദയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.